ഹലോ, ഇന്ന് ഞാനൊരു കസ്റ്റമൈസ്ഡ് ഓർഡർ ചെയ്യുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഈ ഒരു ഓർഡർ വന്നിട്ട് 1 വീക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ആളെ എടുത്ത് കൊടുത്തിട്ടാണ് ചെയ്തത്. പിന്നെ അവർ പറഞ്ഞിരുന്നത് ദുപ്പട്ടയിൽ ഹാൻഡ് വർക്ക് വേണ്ട, പകരം ഒരു സ്കാലപ്പിൻ്റെ ലേസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത ലേസ് ഇതാണ്. ഇതിൽ കംപ്ലീറ്റ്ലി ആൻറ്റിക് ബീഡ് കൊണ്ട് വന്ന ഒരു ജ്വൽ നെക്ക് ഡിസൈൻ ആയിരുന്നു. ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ തയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ ഇതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ആ പോർഷൻ, ഒരു ചെസ്റ്റിൻ്റെ പോർഷൻ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടും ബാക്കിയുള്ള പോർഷനാണ് ലൈനിങ് വരുന്നത്. പിന്നെ കോളർ, നമുക്ക് സ്റ്റാമ്പ് കോളർ നെക്കിന് ചുറ്റുമായിട്ട് വേണമായിരുന്നു. അപ്പോൾ ഈ കോളറിൻ്റെ കാര്യവും പിന്നെ അതിൻ്റെ ബാക്കിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, എന്നാലേ നമുക്ക് ബാക്ക് സൈഡ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ മോസ്റ്റ്ലി ഓർഡേഴ്സ് എടുക്കുന്നത് ഓൺലൈൻ വഴിയാണ്. നമുക്ക് FB പേജ് ഉണ്ട്, അതല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് റീസെല്ലേഴ്സിൻ്റെ ഒന്നും ഓർഡർ കിട്ടാറുണ്ട്, അതല്ലാതെ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഓർഡറും കിട്ടാറുണ്ട്. എനിക്കിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മോസ്റ്റ്ലി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ് ഒത്തിരി ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ തന്നെ ഹാൻഡിൽ എംബ്രോയ്ഡറി ചെയ്തിട്ട് ഒരു ഡ്രസ്സ് ഞാൻ ഇതേപോലെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാനിതൊരു ബിസിനസ്സായിട്ട് തുടങ്ങണം എന്ന് തോന്നുന്നത്. എനിക്ക് എംബ്രോയ്ഡറിയോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് എപ്പോഴും എനിക്ക് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഹാൻഡ് എംബ്രോയ്ഡറിയുടെ കുറേ കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ നെക്കിൽ കുറേ കളേഴ്സ്, ഇത് ഞാൻ പറയുന്നത് 2019 കേട്ടോ. അപ്പോൾ ഒരു ഡ്രസ്സ് ഞാൻ ഇതേപോലെ ഒരു ദിവസം ഓൺലൈനിൽ ഇട്ടിട്ട്, മാർക്കറ്റ് പ്ലേസിൽ ഇട്ടിട്ട് അതിൻ്റെ പ്രൈസ് ഇട്ടിട്ട് വെറുതെ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ചെയ്തിട്ട് വിവിധ ആംഗിളിൽ ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു ഈവനിങ് ടൈമാണ് പോസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങുകയും ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നിയത്, പിറ്റേ ദിവസം സെയിം ആ ഫോട്ടോൻ്റെ താഴെ എനിക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ എനിക്ക് അത്രയും 100ൻ്റെ അടുത്ത് 100ഓളം മെസ്സേജുകളാണ് ആ ഡ്രസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ 2019 എന്ന് പറയുന്നത് ഹാൻഡ് വർക്കിൻ്റെ ഒരു കുർത്ത എന്ന് പറയുന്നത് ഭയങ്കര റെയറായിട്ട് കാണുന്നതും ത്രെഡ് വർക്കൊക്കെ ഉള്ളത് കാണുന്നത് വളരെ റെയർ. ഇപ്പോൾ ഒരുപാട് പേര് ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ സമയത്ത് അത് ഭയങ്കരമായിട്ടുള്ള റെയറായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ചോദിച്ചിട്ട് എനിക്ക് 100ഓളം എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിൽ കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യാൻ എത്ര ദിവസം കൊണ്ട് കിട്ടുമെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് എനിക്ക് ഒരു പ്രീ ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ മനസ്സിലായത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കാശ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ കോവിഡ് ടൈം കൂടെ വന്നപ്പോൾ എനിക്ക് ഇതേപോലെ ഞാൻ എപ്പോഴും ഓരോ ഡ്രസ്സ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യും. നമുക്ക് കിട്ടുന്ന, നമ്മൾ എന്ത് ഡ്രസ്സാണ് സെയിൽ ചെയ്ത് ആ ഡ്രസ്സിൻ്റെ പൈസ യൂസ് ചെയ്തിട്ട് അടുത്ത ഡ്രസ്സിൻ്റെ ഓർഡർ എടുക്കും. പിന്നെ അത് നമ്മൾ ഇതേപോലെ പോസ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നെയാണ് എനിക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഒരു FBയിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു, ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ആ സമയത്ത് ഈ ജോർജറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ കുർത്തീസ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഗ്രൂപ്പിന് ജോർജറ്റ് കുർത്തീസിന് പേരിട്ടു. അങ്ങനെ ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു 85K മെമ്പേഴ്സോളം ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. പിന്നെ അപ്പോഴാണ് ഞാനിതൊരു ബിസിനസ്സിൻ്റെ ഭാഗമാക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാനത് ഈ ഒരു ബിസിനസ് ചെയ്തിട്ട് തന്നെ എനിക്ക് ഒരുപാട് ലാഭം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഞാൻ ഈ ഒരു ബിസിനസ്സിനെ ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ച്, പിന്നെ കറക്റ്റായിട്ട് ഓർഡേഴ്സൊന്നും എടുക്കാതെയായി. അങ്ങനെ കുറച്ച് നാൾ ഞാൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ചുള്ള ജോലി ചെയ്യാനുള്ളൊരു താല്പര്യക്കുറവ്, പിന്നെ കുറേ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ കാരണം കൊണ്ട് ഞാൻ ഈ ഒരു ജോലിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവായി നിന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് ഈ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ സാധിച്ചു. എനിക്ക് എങ്ങനെയാണ് വീട്ടിലിരുന്നുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഈ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ എനിക്ക് പതുക്കെ ഓരോ ഓർഡേഴ്സായിട്ട് വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റോറീസ്, എങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വീണ്ടും ഇതിൻ്റെ സ്റ്റോറീസൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, ഏതൊക്കെ രീതിയിലാണ് ഇത് പോസ്റ്റ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഓർഡറുകൾ കിട്ടുന്നത്, പിന്നെ എങ്ങനെയുള്ള വർക്കുകളാണ് നമ്മൾ ചെയ്യേണ്ടത്, സാമ്പിൾ ക്രിയേഷൻ ആണെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്.